കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നാരായണീയം ദശകം 3 ശ്ലോകം 1. പഠന്തോ നാമാനി പ്രമദഭരസിന്ധോ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. നമുക്ക് അർത്ഥം നോക്കാം. ഹേ വരദ, അതാണ് സംബോധന. എന്താ? അതായത് എല്ലാ വരങ്ങളും അഭീഷ്ടം, അതായത് നമുക്ക് ആഗ്രഹമുള്ള വരങ്ങളൊക്കെ നൽകുന്ന ഭഗവാൻ, അതാണ് വരദ. പിന്നെയോ തേ നാമാനി പഠന്തഃ, അതായത് അങ്ങയുടെ നാമങ്ങളെ പഠിക്കുന്നവരും അല്ലെങ്കിൽ ജപിക്കുന്നവരും അല്ലെങ്കിൽ കീർത്തനം ചെയ്യുന്നവരും പ്രമദഭരസിന്ധൗ നിപതിതാഃ, അങ്ങനെ നാമസങ്കീർത്തനം ചെയ്യണവര് പ്രമദഭരസ്വരൂപം ചെന്ത ആനന്ദാതിശയസ്വരൂപമായ, അതായത് ആനന്ദമാകുന്ന അതിയായിട്ടുള്ള ആനന്ദം, അതായത് അത്ര ഒരു എതിരില്ലാത്ത ആനന്ദമാകുന്ന പ്രമദഭര നിറഞ്ഞ ആനന്ദമാണ്. നിറഞ്ഞ ആനന്ദത്തു കൂടിയിട്ടുള്ള സിന്ധു പറഞ്ഞാൽ സമുദ്രം, അതായത് ആനന്ദാതിശയ സമുദ്രത്തിൽ നിപതിതാഹ മുഴുകിയരായിട്ട്, അതായത് ആ സമുദ്രത്തിലങ്ങടെ മുങ്ങി മുഴുക, ആനന്ദമാകുന്ന സമുദ്രത്തിൽ മുഴുകിയവരും, അതാണ് പ്രമദഭര സിന്ധൗ നിപതിത. ഏതോണ്ട നാമസങ്കീർത്തനം കൊണ്ടേ. അത് കഴിഞ്ഞാൽ എന്താ, നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, പിന്നെന്താണ് മതിമതയതേ അല്ല മതിം പ്രേരയതയെന്ന് പറഞ്ഞുല്ലോ. പിന്നെ ബുദ്ധിയെ പ്രേരിപ്പിക്കും. എന്തിന്? നാമം ഇങ്ങനെ ചലിത്തിറങ്ങിയാൽ തേ രൂപം സ്മരന്തഃ. അപ്പോൾ ഇതുകൊണ്ട് എന്തുണ്ട്? അങ്ങയുടെ രൂപത്തെ സ്മരിക്കുന്നവരാ അല്ലെങ്കിൽ ധ്യാനിക്കുന്നവരായും, പിന്നെയോ തേ ഗുണകഥാഹ കഥയന്തഃ, അങ്ങയുടെ ഐശ്വര്യാദി ഗുണങ്ങളെപ്പറ്റി കീർത്തിച്ചിട്ടേ അതിനെപ്പറ്റി കഥകൾ പറയുക, കഥനം ചെയ്യുന്നവരായും, ചരന്തഃ, അവര് എല്ലാ സംഘവും അവനവൻ്റെ ഈവൻ ബന്ധുക്കളെയും വീടും ഗൃഹമൊക്കെ വിട്ടിട്ട് എന്താ ചെയ്യുക? ചരിക്കുന്നവരായും, അതായത് സഞ്ചരിക്കുന്നവരായും. ചരന്തഃ, വീടൊക്കെ വിട്ട് പോവും. കാരണം ഇതെങ്ങനെ ഈ ആനന്ദസാഗരത്തിലെ അലിഞ്ഞിട്ടേ ഭഗവത് രൂപം ധ്യാനിച്ച് പിന്നെ അങ്ങയുടെ കഥകളെയൊക്കെ കീർത്തിച്ച് പറഞ്ഞ് അങ്ങനെ നടക്കാൻ തുടങ്ങും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക്. കാരണം അവർക്ക് ഒരു ദിക്കിലൊന്നും ഇരിക്കാനുള്ള ആസക്തി ഇല്ല ഒന്നിനോടുണ്ടാവുന്ന. അങ്ങനത്തെ ഭക്താഹ, അങ്ങനത്തെ ഭക്തന്മാര് തൊയ് ഖലു, അങ്ങയിൽ തന്നെ രമന്തേ, അതായത് എപ്പോഴും അങ്ങയിൽ തന്നെ സന്തോഷം കാണും. അതായത് അങ്ങേ ധ്യാനിക്കുന്നതിൽ മാത്രം, അങ്ങയിൽ രമിക്കുക പറഞ്ഞു വെച്ചാൽ എന്താ? മറ്റുള്ള വിഷയങ്ങളൊക്കെ വിട്ടിട്ട് അങ്ങയിലുള്ള ഭക്തിയിലെ രസിച്ചിരിക്കും. പിന്നെയോ സമധിഗത സർവാഭിലഷിതാൻ, അവർക്ക് വരദനായിട്ടുള്ള അങ്ങ് എല്ലാ സമസ്ത അഭിലാഷങ്ങളും കൂടിയവരാവും അവർ. കാരണം അവർക്ക് വേറൊരു അഭിലാഷം ഇല്ലേ. ഭഗവാൻ ഭക്തി ആസ്വദിക്കലാണ് അവരുടെ അഭിലാഷം. അപ്പം എന്തായി? എല്ലാ അഭിലാഷങ്ങളും സാധിക്കപ്പെട്ട ഒരവസ്ഥയിൽ അവരെത്തും. അമൂൻ പരം, അവരെ മാത്രം, അങ്ങനെയുള്ളവരെ, അങ്ങനെ അങ്ങേ ഭജിക്കണത് മാത്രം ഒരു അഭിലാഷമായിട്ട് ആ ഒരവസ്ഥയെ പ്രാപിക്കപ്പെട്ട അങ്ങനെയുള്ളവരെ മാത്രം, അമൂൻ പരം ചാൽ അവരെ മാത്രം, അഹം ധന്യാൻ മന്യേ, ഞാൻ അവരെ മാത്രമേ ഭാഗ്യവാന്മാരായിട്ട് അല്ലെങ്കിൽ ധന്യന്മാരായി വിചാരിക്കുന്നുള്ളൂ എന്ന്. അതായത് ഇതിലെന്താ പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ വരദ പറഞ്ഞു വെച്ചാൽ നമുക്ക് ആ വരദ എന്ന് പറഞ്ഞു വെച്ചാൽ, അതായത് എല്ലാ വരങ്ങളും കൊടുക്കാൻ ശക്തിയുള്ള ആളാണ് ഭഗവാനെ. ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും ആയിട്ടുള്ള 4 തരത്തിലുള്ള വരങ്ങൾ, ആഗ്രഹങ്ങളും അല്ലെങ്കിൽ
നമ്മുടെ അഭിലാഷങ്ങളും പൂർത്തീകരിക്കാനുള്ള കഴിവുള്ള ആളാണ്. അതിൽ മോക്ഷം വരെ, അതാണല്ലോ ധർമ്മം, അർത്ഥവും, കാമവും, മോക്ഷവും, നാല് തരത്തിലുള്ള നമ്മുടെ അഭിലാഷങ്ങളും ഫുൾഫിൽ ചെയ്യാൻ അല്ലെങ്കിൽ പൂർത്തീകരിക്കാനുള്ള മനസ്സുള്ള ആളാണ് ഭഗവാൻ. അതുകൊണ്ടാണ് വരദ എന്ന് വിളിച്ചത്. അപ്പോൾ അങ്ങയുടെ നാമാനി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നാമം എന്നില്ല, ഈ സഹസ്രനാമത്തിലത്തെ അനവധി നാമങ്ങൾ ഏത് വേണമെങ്കിൽ, അച്യുതാനന്ദ, ഗോവിന്ദ എന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ചെല്ലൂലോ. അങ്ങനെ പല പല നാമങ്ങളെല്ലാം ഇടവിടാതെ ചെല്ലുമ്പോൾ അവർക്ക് നല്ല ഒരു ആനന്ദം തോന്നും. ആനന്ദസാഗരത്തിൽ അവർ മുങ്ങും. അത് കഴിഞ്ഞാൽ ഈ നാമജപം നമ്മളെ ആ ഭക്തന്മാരെ എന്താ ചെയ്യുക? മതിം പ്രേരയതേ, അതായത് ബുദ്ധി പ്രേരിപ്പിക്കും. എന്തിന്? ഭഗവത് മംഗളമൂർത്തിയായിട്ടുള്ള ഭഗവാനെ ധ്യാനിച്ചിട്ട് പിന്നെന്തായി ധ്യാനിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞാലോ പിന്നെ ഭഗവാന്റെ ഉത്തമ ഗുണങ്ങളും ഒക്കെ കഥകളിൽ കൂടെയും ഒക്കെ എല്ലാവരോടും പറഞ്ഞ് രസിക്കാൻ തുടങ്ങും. കുറച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ ഗൃഹവും ബന്ധുക്കളെയും പിന്നെ ഭർത്താവിനെയും കുട്ടികളെയും ഒന്നുമുള്ള ഈ ഭഗവാന്റെ വിഷയം ഉള്ളിൽ കടന്നിട്ട് ബാക്കി ലോകത്തിലത്തെ വിഷയങ്ങളിലുള്ള ശ്രദ്ധയൊക്കെ കുറയും. എന്നിട്ടോ തന്നെ ഭഗവാനിൽ തന്നെ രമിച്ചും കൊണ്ട് എല്ലാ ദിക്കിലും സിദ്ധന്മാരാവും. എന്നിട്ട് പിന്നെന്താ, അവർ എല്ലാ ദിക്കിലും ഇങ്ങനെ സഞ്ചരിക്കും. ഏത് സമയത്തും ഭഗവാനിൽ രമിച്ചും കൊണ്ടേ. അപ്പം അവരുടെ ഏകായിട്ടുള്ള അഭിലാഷം ഭഗവാനോട് രമിക്കുക, അതിൽ സന്തോഷിക്കുക. അപ്പോൾ ഈ എല്ലാ ആഗ്രഹവും സാധിച്ചവരായിട്ട് അവർ ഭഗവാനെ മാത്രം ധ്യാനിച്ചങ്ങനെ നടക്കും. അവരെ മാത്രമേ ഞാൻ ധന്യരായിട്ട് വിചാരിക്കുന്നുള്ളൂ എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പം അതിന്ന് കുറച്ച് ഒരു ഇതെന്താ വെച്ചാൽ, ഉത്തമ ഭക്തന്മാരുടെ ഉത്തമമായിട്ടുള്ള ഭക്തന്മാരുടെ ഒരു ചിത്രമാണ് ഇപ്പോൾ വരച്ച് കാണിച്ചത്. മേപ്പത്തൂര്. ആദ്യം സാധാരണ നമ്മളൊക്കെ ചെയ്യണ നാമജപത്തിൽ തുടങ്ങി. കുറച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ സ്വരൂപം നല്ലോണം ധ്യാനിക്കാറായി. അത് കഴിഞ്ഞാൽ അതായത് എല്ലാ ഇന്ദ്രിയങ്ങളും, ഉത്തമ ഭക്തി പറ്റണത്ര ഇന്ദ്രിയങ്ങളെയൊക്കെ, അതായത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളെയും ഒക്കെ ഭഗവാനിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ പഠന്തോ നാമാനി എന്ന് പറഞ്ഞു വെച്ചാൽ കഥയന്തോ ഗുണകഥ, അത് രണ്ടും കർമ്മേന്ദ്രിയങ്ങളാണ് അല്ലേ. നാവോണ്ടും വായോണ്ടും ഒക്കെ വായോണ്ട് നമ്മൾ ജപിക്കുകയാണ്, അപ്പോൾ കർമ്മേന്ദ്രിയാണ്. പിന്നെയോ കഥയന്തോ ഗുണകഥ, അതും അതെ, നമ്മൾ വായോണ്ട് പറയുകയാണല്ലോ, അപ്പോൾ അത് കർമ്മേന്ദ്രിയങ്ങൾ അതിന് പ്രവർത്തിപ്പിച്ചു. പിന്നെ പ്രമദപര സിന്ധവും നിപതിത, അപ്പോൾ ഈ നാമം ജപിച്ചിട്ട് അപ്പയ്ക്ക് മനസ്സിലേക്ക് പോയി. അതങ്ങോട്ട് അലിയാണ്, നമ്മൾ ഭക്തി കൊണ്ട് അലിഞ്ഞിട്ട് ആനന്ദസാഗരത്തിൽ മുങ്ങുക. അപ്പം അത് ജ്ഞാനേന്ദ്രിയത്തിലേക്ക് പോയി. പിന്നെയോ സ്മരന്തോ രൂപന്തേ, നമ്മൾ ചിത്തത്തിലല്ലേ സ്മരിക്കുക. അപ്പം അത് രണ്ടും ആക്ച്വലി ജ്ഞാനേന്ദ്രിയങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും പറ്റണത്ര ഉപയോഗിച്ചിട്ടാണ് എന്നിട്ട് ഈ ഉത്തമ ഭക്തന്മാർ പരമാനന്ദ രസം അനുഭവിച്ചിട്ട് എല്ലാറ്റിലും വൈരാഗ്യം ബാക്കി ഇതിലൊക്കെ ബാക്കി നമ്മുടെ ലൗകിക കാര്യങ്ങളിലൊക്കെ വൈരാഗ്യം വന്നിട്ട് എല്ലാം വിട്ട് ഈ കഥകളും പാടി ഭഗവാനിൽ രമിച്ച് ഇങ്ങനെ നടക്കും. അപ്പോഴാണ്, അതായത് ആദ്യം നാമസങ്കീർത്തനം, പിന്നെ ആനന്ദത്തിൽ ലയിക്കുക, അത് കഴിഞ്ഞാൽ ഭഗവത് ധ്യാനം തോന്നിക്കും, പിന്നെ അത് തന്നെ അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നാമസങ്കീർത്തനം കൊണ്ട് എന്താച്ചാൽ ഭഗവത് ധ്യാനത്തിന് ബുദ്ധിയെ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പം അതിലാണ് തുടങ്ങണതേ. നമ്മൾ കണ്ടൂല്ലോ മറ്റേ മതിം പ്രേരയതേ മതിം മതേതേ എന്നൊക്കെ പറഞ്ഞുല്ലോ. അപ്പോൾ വാൽമീകിയൊക്കെ പോലെ രാമ 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 ജപിച്ചുള്ളൂ അല്ലേ. എന്നിട്ട് ആദികവിയെ ഈ രാമായണം എത്ര വലിയ ഒരു ഭക്തനായി തീർന്നില്ലേ. അതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ മാത്രമേ ഞാൻ ശരിക്ക് ഒരു ഭക്തനായിട്ട് കരുതുന്നുള്ളൂ. എനിക്കതിന് ഇപ്പോൾ പറ്റണില്ലല്ലോ എന്നുള്ളൊരു, അതായത് ഇപ്പോൾ ഈ ഭാഗവതത്തിലൊക്കെ അംബരീഷിൻ്റെ ഉത്തമ ഭക്തൻ്റെ ഒരു ഇത് പറയുന്നുണ്ട്. എന്താ അറിയോ, സവൈ മന കൃഷ്ണപദാരവിന്ദയോർ, അതായത് മനസ്സെപ്പോഴും കൃഷ്ണൻ്റെ പാദാരവിന്ദത്തിൽ, വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ, വാക്ക് മുഴുവൻ വൈകുണ്ഠം വർണ്ണിക്കാനാണ് ഉപയോഗിക്കുക അംബരീഷിനെ, കരവും
ഹരേർമന്ദിരമാർജനാദിഷു. കൈകൊണ്ട് എന്താ, ഹരിയുടെ മന്ദിരം അമ്പലത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ശ്രുതി ചകാര ച അച്യുത സത്കഥോദയേ. കേൾക്കണത് മുഴുവൻ അച്യുതൻ്റെ സത്കഥകളേ ഉള്ളൂ, എല്ലാ ഇന്ദ്രിയങ്ങളെയും. മുകുന്ദലിംഗാലയ ദർശനേ ദൃശവും. എന്താ കാഴ്ച കാണുന്നതാ കണ്ണോണ്ട്? മുകുന്ദൻ്റെ രൂപം, മുകുന്ദൻ്റെ സ്റ്റാച്യു എന്താ വെച്ചാൽ അത്, അല്ലെങ്കിൽ മുകുന്ദൻ്റെ രൂപം മനസ്സിൽ, അതാണ് കണ്ണോണ്ട് കാണുന്നത്. പിന്നെ ഭഗവാന്റെ വിഗ്രഹം. തദ്ഭൃത്യ ഗാത്ര സ്പർശംഗ സംഗമം. പിന്നെയോ അങ്ങയുടെ ഭൃത്യന്മാരായിട്ടുള്ള സംഘമുള്ളൂ. ത്വദ്ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ ഇതിമാം സ്മര ലോകനാഥ നമ്മൾ മുകുന്ദമാലയിൽ വായിച്ചുല്ലോ. അപ്പോൾ പിന്നെ ഘ്രാണം ച തത് പാദസരോജ സൗരഭേ. അങ്ങയുടെ പാദസരോജത്തിലുള്ള തുളസിപ്പൂവിൻ്റെ ഒക്കെ വാസന മാത്രമേ വാസനിക്കുള്ളൂ എപ്പോഴും. ശ്രീമത് തുളസ്യ, അതാണല്ലോ തുളസിയാണ്, അതാണ് ശ്രീമത് തത്പാദ സരോജ സൗരഭേ ശ്രീമത് തുളസ്യ, അതാണ് എപ്പോഴും. പിന്നെയോ പാദവും ഹരേഹെ ക്ഷേത്രപദാനുസർപ്പണേ. പ്രദക്ഷിണം വയ്ക്കാനാണ് ഹരിയുടെ ക്ഷേത്രം, പ്രദക്ഷിണം വയ്ക്കാനാണ് കാല്. ശിരോ ഋഷികേശ പദാഭിവന്ദനെ. തലോണ്ട് എപ്പോഴും ഭഗവാനെ വന്ദിക്കും. അങ്ങനെയാണ് ഭക്തന്മാരെ, അംബരീഷിനെ പോലുള്ള ഭക്തന്മാർ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ധ്വനി എന്താ വെച്ചാൽ, എനിക്കത് പറ്റണില്ലല്ലോ, കാരണം വാദമായിട്ടല്ലേ വന്നത്. അപ്പോൾ പിന്നെ എന്താണ്, മേപ്പത്തൂരിന് അങ്ങനെ ഇവരെപ്പോൾ ഇപ്പം ഈ നമ്മളെ പറഞ്ഞ ഭക്തന്മാരെ പോലെ ഓടി നടന്ന് ഒന്നും ചെയ്യാനോ ഒന്നും പറ്റണില്ല. കാരണം അദ്ദേഹത്തിന് ഒരു ദിക്കിൽ ഇരിക്കണേ, അങ്ങനെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരു ധ്വനിയായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് സർവാഭീഷ്ടങ്ങൾ നൽകുന്ന ഭഗവാനെ, എനിക്ക് അങ്ങയുടെ നാമങ്ങൾ ഉറക്കെ ജപിക്കുകയും എന്നിട്ട് രൂപത്തെ തന്നെ ധാനിക്കും. ആനന്ദബാഷ്പം നമ്മൾ പറഞ്ഞുവല്ലോ, അത് ആനന്ദബാഷ്പം പൊഴിച്ച് നല്ല പിന്നെ രോമാഞ്ചമായി ഇങ്ങനെ ഭയങ്കര ഭക്തിയോടു കൂടിയിട്ട് അങ്ങേൽ തന്നെ ലഭിക്കണ പോലെ ഈ ഭക്തന്മാരെ എന്താ സ്തുതിക്കാൻ കാരണം? അങ്ങനെയുള്ള ആളാണ് ധന്യന്മാരെ പറഞ്ഞുല്ലോ. എന്താ സ്തുതിക്കാൻ കാരണം വെച്ചാൽ, ഭഗവന്റെ നാമങ്ങളെ കീർത്തനം ചെയ്തിട്ടും ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചിട്ടും ഭഗവാന്റെ പിന്നെ കഥകളെ വായിച്ചിട്ടും പറഞ്ഞിട്ടും എങ്ങനെ ഭാഗ്യവാന്മാരായിട്ടുള്ള ഭക്തന്മാർ നടക്കണോ, അതുപോലെ എനിക്കിപ്പോൾ വാദം എന്നുള്ള ഈ വ്യാധി ഉണ്ടല്ലോ, അത് കാരണം എനിക്ക് അവരെ അനുകരിക്കാൻ അല്ലെങ്കിൽ അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ, ഈ ഉത്തമ ഭക്തമായി ഇമിറ്റേറ്റ് ചെയ്യാൻ ഇപ്പോൾ എനിക്ക് പറ്റണില്ലല്ലോ എന്നുള്ളൊരു സങ്കടം കൂടിയും ഈ ഒരു ഇതിൽ ഉണ്ട്. അതാണ് ഈ മൂന്നാമത്തെ സ്കന്ധം തൊട്ടാണ് ആക്ച്വലി പിന്നെ മേപ്പത്തൂര് അവനവൻ്റെ ഈ ദണ്ണത്തിനെ പറ്റി മെൻഷൻ ചെയ്യണത്. ഇതുവരെ ആദ്യത്തെ 20 ശ്ലോകത്തിലും ഭഗവാന്റെ വർണ്ണനയും ഭക്തിയോഗത്തിൻ്റെ പ്രാധാന്യവും ഇതൊക്കെ പറഞ്ഞല്ലേ ഉള്ളൂ. ഈ മൂന്നാമത്തേൽ മാത്രം ആദ്യപ്പം ഇത് പറഞ്ഞു. ഇനി അടുത്തതിൽ കുറച്ച് ആ സങ്കടം തന്നെ പറയും. ആദ്യത്തിൽ ആരാ ഉത്തമ ഭക്തന്മാരെന്നൊക്കെ പറഞ്ഞേ ഉള്ളൂ, അവരെ ഞാൻ കാണുള്ളൂ ഉത്തമ ഭക്തന്മാരായിട്ട് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഉള്ളൊരു ധ്വനിയുണ്ട്, എനിക്കത് പറ്റണില്ലല്ലോ എന്നൊരു ധ്വനിയുണ്ടെന്ന് മാത്രം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നത്തേലേക്ക് അടുത്ത എല്ലാം അധികം പറയാനില്ല, ഇങ്ങനത്തെ അല്ലേ. അപ്പം ഞാൻ ഒന്നും കൂടി ചൊല്ലിയിട്ട് നിർത്താം. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാഃ സ്മരന്തോ രൂപം ദേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.